മുൻകൂറായി നൽകിയ പണവുമായി ഉടമ മുങ്ങിയതോടെ ഭക്ഷണവും മരുന്നും മുടങ്ങിയ സ്ഥിതിയിൽ തൊടുപുഴ മുതലക്കോടത്തെ സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികൾ. പത്രപരസ്യം കണ്ട് ലക്ഷങ്ങൾ വാർദ്ധക്യകാല പരിചരണത്തിനായി നൽകിയ അന്തേവാസികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ജീവിത സായാഹ്നത്തിൽ ആരുമില്ലാത്തവർക്ക് മെച്ചപ്പെട്ട താമസവും പരിചരണവും ചികിത്സയുമൊക്കെ കിട്ടുമെന്ന പരസ്യവാചകത്തിൽ വിശ്വസിച്ചാണ് അന്തേവാസികൾ മുതലക്കോടത്തെ വൃദ്ധസദനത്തിലെത്തിയത്. എത്തിയവരിൽ മിക്ക ആളുകളും കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനെടുത്ത് നടത്തിപ്പുകാരന് നൽകി. വൃദ്ധസദനത്തിലെത്തിയ ആദ്യ നാളുകളിൽ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങി. നടത്തിപ്പുകാരനായ ജീവൻ തോമസ് വിദേശത്തേക്ക് കടന്നതോടെ അന്തേവാസികളുടെ ചികിത്സയും പരിചരണവുമൊക്കെ മുടങ്ങി. ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നതാണ്. വന്നിട്ട് 2 വർഷമായി. ഇപ്പം ആഹാരമൊക്കെ അത്യാവശ്യത്തിന് കുറച്ച് കിട്ടുന്നുള്ളൂ. നേരത്തെ പഴയ പോലെയൊന്നുമില്ല. പിന്നെ അയാൾ വിദേശത്തേക്ക് മുങ്ങിയിരിക്കുകയാണ്. പൈസ അയാളുണ്ടാകുമ്പോൾ തരാമെന്നൊക്കെ പറയുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം 7 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. ഇവർക്കെല്ലാം ആകെ താങ്ങായിയുള്ളത് ഒരു ജീവനക്കാരി മാത്രം. ഇവിടെ താമസമാക്കിയിട്ട് 2 ചില്ലാനും കൊല്ലമായി. എൻ്റെ ഇന്ന് 11 ലക്ഷത്തിൽ കൂടുതൽ പലപ്പോഴായിട്ട് മേടിച്ചിട്ടുണ്ട്. മരുന്നും എല്ലാനും തരാനാ പറഞ്ഞിരുന്നതാണ്. പക്ഷെ മരുന്നൊന്നും തരാനില്ല. മരുന്നൊക്കെ തന്നിട്ട് 3-4 മാസമായി. സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങളുള്ളതായി അധികൃതരുടെ പരിശോധനയിൽ വ്യക്തമായി. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ലൈസൻസോ മറ്റു രേഖകളോ ഇല്ലാതെയാണ് എൽഡർ ഗാർഡൻ എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തി. പരാതി ഉയർന്ന സാഹചര്യത്തിൽ സ്ഥാപന ഉടമ ജീവൻ തോമസിനെതിരെ കേസെടുക്കുമെന്ന് തൊടുപുഴ പോലീസ് പറഞ്ഞു. എന്നാൽ സാമ്പത്തികമായി തകർന്നതോടെ അയർലൻഡിലേക്ക് ജോലി അന്വേഷിച്ചു പോയെന്നും പണം കിട്ടുന്ന മുറയ്ക്ക് പ്രശ്നപരിഹാരം കാണുമെന്നുമാണ് ഉടമ ജീവന്റെ വാദം. കൈരളി ന്യൂസ്, ഇടുക്കി.